രൂപത്തിൽ കണ്ടിട്ടുള്ള ഭഗവാനോടുള്ള ഭക്തിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ആ രൂപത്തിൻ്റെ ആബ്സെൻസിൽ. ഇപ്പം ചില അമ്മമാർ എൻ്റെ അടുത്ത് പറയും, അയ്യോ കുട്ടി എൻ്റെ കൃഷ്ണൻ പൊട്ടിപ്പോയി, പ്രതിമ പൊട്ടിപ്പോയി, കൈ പൊട്ടിപ്പോയി, എനിക്ക് കളയാൻ വരുന്നില്ല, ഞാനതിനെ അവിടെ വെച്ചിട്ട്. ഞാൻ പറയും, വയറ്, കഴുത്ത്, പ്രാണൻ പോകുന്ന സ്ഥലങ്ങളിൽ പൊട്ടിയാൽ മാത്രം കളഞ്ഞാൽ മതി. നമ്മുടെ കൈ ഒടിഞ്ഞു, നമ്മുടെ കുട്ടിയുടെ കൈ ഒടിഞ്ഞു പറഞ്ഞ് കുട്ടിയെടുത്ത് ആറ്റിക്കളയില്ലല്ലോ. കുട്ടിക്ക് പ്ലാസ്റ്ററൊക്കെ ഇട്ട് കൊടുത്ത് നേരാക്കും. അതുപോലെ കയ്യോ കാലൊക്കെ ഒടിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ ഒട്ടിച്ച് അതിന് ചായമൊക്കെ അടിച്ച് വീണ്ടും ഉപയോഗിക്കാം. പ്രാണൻ പ്രശ്നം. ഗുരുവായൂരപ്പൻ്റെ ശരീരം മുഴുവൻ തന്നെ പൊടിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഗ്രഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഈ കയ്യൊക്കെ ഫുള്ള് പൊട്ടിയതാണ്, താമര പിടിച്ച കയ്യൊക്കെ പൊട്ടിയതാണ്, എല്ലാം പൊട്ടിയതാണ്. കാലങ്ങളുടെ പഴക്കം കൊണ്ടും പല പ്രശ്നങ്ങളും കൊണ്ടും. കഴുത്തിൻ്റെ അവിടെ മുറിഞ്ഞാൽ, അരയുടെ അവിടെ മുറിഞ്ഞാൽ, മനുഷ്യന് ക്ഷതം സംഭവിച്ചാൽ, എവിടെ ക്ഷതം സംഭവിച്ചാലാണോ മരണം നടക്കുക, ആ ഭാഗങ്ങൾ മുറിഞ്ഞാൽ അത് ജലത്തിൽ ഒഴുക്കണം, വെക്കരുത്. പിന്നെ കാരണം ഭഗവാന്റെ ശരീരത്തിൽ ആ പ്രാണൻ പിന്നെ നിൽക്കില്ല. പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ വി ഗെറ്റ് അറ്റാച്ച് ടു ദീസ് തിങ്സ്. അതും അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ സഗുണ ഭക്തിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേറ്റ്നസ് വളരെയധികമാണ്. ഗോപീ ഭക്തിക്ക് അത്രയും ഹൈറ്റാണ്. കാരണം അവർക്ക് ഒരു കളങ്കല്ലേ അവരുടെ മനസ്സിൽ. പക്ഷേ അവർ ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങി. അതിനാണ് അവരെ ഉദ്ധവനെ അയച്ച് സമാധാനിപ്പിച്ചതും